ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. നമ്മുടെ അരിയിലും ഗോതമ്പിലും പിന്നെ പയർവർഗ്ഗങ്ങളിലെല്ലാം ഇതുപോലെ കുത്തം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ഒഴിവാക്കാൻ നമുക്ക് നോക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുത്തൻ എന്നാണ് പറയുക. പലയിടത്തും പല പേരുകളിലായിരിക്കും അറിയപ്പെടുക. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, വണ്ടുകൾ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 5 തല വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് വെച്ചെടുക്കാം. വേപ്പിൻ്റെ ഇല ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെച്ച ശേഷം നമുക്കൊന്ന് മുറ്റത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും തന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് വേണം ഇത് വെച്ച് കൊടുക്കാൻ. കണ്ടില്ല, ആ വേപ്പിൻ്റെ ഇല വെച്ചത് ആ ടൈമിൽ തന്നെ ഏകദേശം എല്ലാം പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ നിന്നും കുത്തനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേപ്പിൻ്റെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എന്തിലാണോ കുത്തം വന്നിട്ടുള്ളത് അത് അങ്ങനെ തന്നെ അതേ പാത്രത്തോടെ തന്നെ ഒന്ന് മുറ്റത്ത് വെച്ച് കൊടുത്താൽ മതി. മുറ്റത്താണോ അല്ലെ ടെറസ്, നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. വെയിൽ ഇല്ലാത്ത ഭാഗത്തൊന്ന് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. മുൻപ് ഞാൻ ഈ കുത്തനെയൊക്കെ പോക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്തിലാണോ കുത്തം വന്നത് അത് അങ്ങനെ തന്നെ എടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ കുത്തനൊക്കെ പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുത്തൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ അരിയുടെയൊക്കെ ഉൾഭാഗത്തേക്ക് അങ്ങ് പോയിട്ട് നല്ല സുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ ഒട്ടും തന്നെ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കരുതെന്ന്. വേപ്പിൻ്റെ ഇല ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തിങ്ങനെ കൂടുതൽ ടൈം ഈ വണ്ടുകളൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വേപ്പിൻ്റെ ഇല ഇതിലിട്ട് കൊടുക്കുന്നത്. മുറ്റത്ത് നിന്ന് ഒരു 30-35 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ മുഴുവൻ വണ്ടുകളും പോയിട്ടുണ്ട്. എന്നിട്ട് ആ വേപ്പിൻ്റെ ഇല അതിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മൂടിയിട്ട് ഞാനിവിടെ ഇത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ.